അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ദുറൂസ് അറബി മലയാളത്തിലെ 3-ാം പാഠമാണ് പഠിക്കുന്നത്. പായും നായും ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും അല്ലേ, ഇത് പല്ലാണെന്നും ഇത് കണ്ണാണെന്നും മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്കിത് കാണാതെ എഴുതാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി തന്നെ ചെയ്യണം അല്ലേ. നമ്മളിത് പുതിയതായി പഠിക്കുന്ന അക്ഷരങ്ങളാണ് പായും നായും. പല്ല്, കണ്ണ്, പ, ന. അതുപോലെ ഇവിടെ പാക്ക് പല ചിഹ്നങ്ങളോട് കൂടി കൊടുത്തിട്ടുണ്ട്. കുറേ വാക്കുകൾ നമുക്ക് നോക്കി നോക്കാം. പല്ലി, പാറ, പിതാവ്. ഇവിടെ പാ വന്നിട്ടുണ്ട്, ഇവിടെ പാ വന്നിട്ടുണ്ട്, ഇവിടെ പി വന്നിട്ടുണ്ട്. പല്ലി, പാറ, പിതാവ്. അതുപോലെ ഇവിടെ ഒകാരം വന്നിക്കണേ, ഇവിടെ ഒകാരം പ്ലസ് വാവ്, ഇവിടെ ഏകാരം പ്ലസ് യാ. പൊത്ത്, പോത്ത്, പേന. പാൽ, പൂവ്, ഉപ്പാപ്പ. ഒന്നുകൂടെ വയ്ക്കാം. പല്ലി, പാറ, പിതാവ്, പൊത്ത്, പോത്ത്, പേന, പാൽ, പൂ, ഉപ്പാപ്പ. അതുപോലെ നമുക്ക് 4 അണ്ണാൻ, കണ്ണീർ, മണ്ണ്. അണ്ണാൻ, കണ്ണീർ, മണ്ണ്. മണം, കണ്ണൂർ, പെണ്ണ്. മണം, കണ്ണൂർ, പെണ്ണ്. തണുപ്പ്, തണൽ, പണം. തണുപ്പ്, തണൽ, പണം. അപ്പോൾ ന എന്ന അക്ഷരത്തിന് പല ചിഹ്നങ്ങളോട് കൂടി നമുക്ക് ഒരുപാട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് അറബി മലയാളത്തിൽ എഴുതാം. പുറത്ത് പോയി. ഇതെങ്ങനെ എഴുതാം? പുറത്ത് പോയി. പാക്ക് ലൊമ്മും റായിന് ഫത്തവും തായിന് ഷുദ്ദും ലൊമ്മും. അപ്പോൾ പുറത്തു. ഇനി പോയി എന്നുള്ളതിന് പാ ഇനി ഓകാരം പ്ലസ് വാവ് കൊടുക്കണം അല്ലേ. പിന്നെ യാ ഇനി കസറ്. അതുപോലെ പായസം. പണം വേണം. പായസം എങ്ങനെ എഴുതാം? പാ ഇനി പ്ലസ് അലിഫ് കൊടുത്താലാണ് അത് പാ എന്നാവുക. യാ ഇനി ഫത്ത് കൊടുക്കണം. സം എന്ന് പറയുമ്പോൾ സീനിന് ഫത്തോഹും മീമിന് സുക്കൂനും. പായസം. അതുപോലെ ഇത് പണം വേണ്ടത് നിങ്ങൾ എഴുതണം കേട്ടോ. അടുത്തത് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? നിറം കൊടുക്കാം. ഉപ്പ പണം തന്നു. ഉപ്പ പണം തന്നത് നിറം കൊടുക്കാനാണ്. പിന്നെ അതുപോലെ ഇവിടെ കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. പ, പി, പു. പ, പി, പു, ന, നി. അപ്പോൾ ദുറൂസ് അറബി മലയാളത്തിൽ 3-ാം പാഠം ഇത്രയേ ഉള്ളൂ. നന്നായി വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.